നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മലകയറ്റമാണ്. കുരിശുമല കയറ്റം. ഭക്തജനങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമായി പല പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര പോകാറുണ്ട്. ഈ യാത്രകളൊക്കെ മിക്കവാറും കല്ലും മുള്ളും ചവിട്ടിയാണ്. ശബരിമല യാത്ര എല്ലാവർക്കും അറിയാവുന്നത്. കല്ലും മുള്ളും ചവിട്ടി കാനനപാതയിലൂടെ മലകൾ കയറിയാണ് ശബരിമല അയ്യപ്പനെ കാണാൻ പോവുക. അതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലുള്ള മാനസ സരോവർ യാത്ര, വൈഷ്ണവി ദേവി യാത്ര, അമർനാഥ് ഗുഹ യാത്ര. ഈ യാത്രകളെല്ലാം തന്നെ കാൽനടയായി കല്ലും മുള്ളും ചവിട്ടി മലനിരകൾ, മഞ്ഞുമൂടിയ മലനിരകളും താണ്ടിയാണ് യാത്ര ചെയ്ത് പുണ്യസ്ഥലങ്ങളിലേക്ക് പോവുക. ഇത് വർഷങ്ങളായി നടക്കുന്ന ആചാരമാണ്. ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള യാത്രകൾ, പിൽഗ്രിം യാത്രകൾ നടത്തുക. ഇന്നത്തെ വിഷയം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. പിൽഗ്രിം യാത്രകളൊക്കെ തന്നെ പുണ്യ തീർത്ഥങ്ങളിലേക്കുള്ള യാത്രകൾ എല്ലാം തന്നെ കാൽനടയായും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുമാണ് ഭക്തജനങ്ങൾ ചെയ്യുക. അത് ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായും ഇതുപോലെയുള്ള യാത്രകൾ നടത്താറുണ്ട്. സാധാരണയായി മലനിരകളിലേക്കുള്ള യാത്രകളിൽ അവിടെയുള്ള റിസോർട്ടുകളിലും മറ്റും ഇപ്പോൾ കാൽനടയായി കുന്നുകൾ കയറുവാനുള്ള, ട്രക്കിംഗ് നടത്തുവാനുള്ള, മലകയറ്റം അത് നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വിനോദസഞ്ചാരികൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്തായി അങ്ങനെ മലകൾ ചവിട്ടി കയറുന്നവരുണ്ട്. അതിലും കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളവർ പർവ്വത ആരോഹണക്കാർ എന്ന് പറയും. വലിയ പർവ്വതങ്ങളിൽ കയറുന്നവർ ഉണ്ട്. അതിപ്പം ഹിമാലയ പർവ്വതത്തിൽ കയറുക, അതുപോലെയുള്ള ഉയരം കൂടിയ പർവ്വത നിരകളിൽ കയറുന്നവർ, അവർ പ്രത്യേകമായി അതിനായിട്ടുള്ള പരിശീലനം സിദ്ധിച്ചവരും അതുപോലെയുള്ള ഉപകരണങ്ങൾ കയ്യിലുള്ളവരും ആണ്. ചെങ്കുത്തായ പാറക്കെട്ടുകളിലൂടെ വലിഞ്ഞ് കയറുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉപകരണങ്ങൾ അവർക്കുണ്ട്. അതുപോലെ പരിശീലനവും ഉണ്ട്. എന്നാൽ സാധാരണ ഭക്തജനങ്ങളൊക്കെ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടി വെറുതെ കാൽനടയായി ഇതുപോലെയുള്ള കുന്നുകൾ കയറി പോകാറുണ്ട്. അങ്ങനെ ഒരു യാത്ര പോയതാണ് മലയാറ്റൂർ പള്ളിയിലേക്ക്. മലയാറ്റൂർ പള്ളി പ്രസിദ്ധമാണ്. തോമസ് ലീഹ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മലയാറ്റൂർ പള്ളി. അവിടെ കുരിശുമല കയറുവാനാണ് പോവുക സാധാരണ ആൾക്കാർ. കുരിശുമല കയറ്റം എന്ന് പറയുന്നത് അത് ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ക്രിസ്തുദേവനെ കുരിശുമലയിൽ കുരിശിൽ തറച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ കുരിശുമല കയറ്റം നടക്കുക. മലയാറ്റൂർ പള്ളിയിൽ മാത്രമല്ല, വാഗമൺ പോലെയുള്ള ഒരു മലയോര മേഖലകളിലും ഇതിനായി വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കുരിശുമലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഈ ദിവസങ്ങളിൽ കുരിശ് ചുമന്ന് യേശു ക്രിസ്തു കയറിയതിൻ്റെ ഓർമ്മയ്ക്കായി ഈ മലകൾ ചവിട്ടി കയറാറുണ്ട്. അതാണ് കുരിശുമല കയറ്റം. ഞാൻ പണ്ട് ഒരിക്കൽ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത് ഈ മലയാറ്റൂർ പള്ളിയിലേക്ക്. ഈ മലയാറ്റൂർ പള്ളി എന്ന് പറയുന്നത് വലിയ ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുന്നിൻ്റെ താഴ്വാരം മുതൽ ചെങ്കുത്തായ കുന്നാണ്. ഈ കുന്ന് നമ്മൾ കയറണം. ചില ആൾക്കാരൊക്കെ ക്രിസ്തുദേവൻ
കുരിശ് ചുമന്ന് കയറിയതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ചെറിയ കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് മല കയറുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെയല്ല, നമ്മൾക്ക് വെറുതെ കൈയും വീശി തന്നെ മല കയറാം. അങ്ങനെ കയറി വലിയ ഒരു മലയാണ്. ആ വലിയ മലയുടെ കുറച്ചൊക്കെ ഭാഗങ്ങൾ കുറച്ചൊക്കെ ചരിവായിട്ടുണ്ട്, എങ്കിലും ചെങ്കുത്തായ ഒരു വലിയ ഒരു മലയാണ് അത്. എൻ്റെ മുകൾ വശം വരെ കയറി. എന്നാൽ കയറുന്ന പോലെ എളുപ്പമല്ല താഴെ ഇറങ്ങുക. നമ്മൾക്ക് മലകയറ്റം നമ്മൾ കയറുമ്പോൾ നമ്മൾക്ക് വലിഞ്ഞ് കയറുവാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അത് തീരെ മേലാത്തവരാന്ന് പറഞ്ഞാലും പ്രായമായവരാന്ന് പറഞ്ഞാലും അവർക്ക് കയറുന്നതിന് വലിയ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വലിഞ്ഞ് കയറാം എന്ന് പറ്റും. പക്ഷെ തിരിച്ച് ഇറങ്ങുന്ന കാര്യം എല്ലാ സ്ഥലങ്ങളിലും അതുപോലെയാണ്. കയറുന്നത് പോലെ എളുപ്പമല്ല തിരിച്ച് ഇറക്കാം. അപ്പം ഈ വലിയ മല കയറി അവിടെ ഉള്ള പള്ളിയിൽ പോയി തോമസ് ലീഹ സ്ഥാപിച്ചതാണ് എന്നാണ് ചരിത്രം പറഞ്ഞത്. അതിൽ തോമസ് ലീഹയുടെ കാൽപാദം എന്ന് പറഞ്ഞ ഒരു കാൽപാദം പാറക്കെട്ടിൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകമായി അത് ഗ്ലാസ് കൂടിനകത്തൊക്കെ ഇട്ട് അങ്ങനെ വെച്ച ഒരു കാൽപാദം അവിടെ കാണാൻ സാധിച്ചു. തോമസ് ലീഹ അവിടെ ചെന്നതിൻ്റെ അടയാളമായിട്ടാണ് അങ്ങനെ ഒരു കാൽപാദം അവിടെ വച്ചിരിക്കുന്നത്. അങ്ങനെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് പാറപ്പുറത്തിരുന്ന് നമ്മൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം മനോഹരമായ ഗ്രാമീണ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും മലയിറങ്ങി താഴെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മലകയറ്റം, ഇത് കുരിശുമല കയറ്റം പ്രത്യേകമായി ക്രിസ്തുദേവന്റെ പീഡാനുഭവ വാരത്തിൽ നടക്കുന്നതാണ്. അത് മലയാറ്റൂർ പള്ളിയിൽ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രത്യേകതരമായ കുരിശുമലകൾ ഉണ്ട്. ഈ കുരിശുമലകൾ ഭക്തജനങ്ങൾ കയറാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ കാൽനടയായി ഇട്ട് പോകാറുണ്ട്. കാൽനടയും കാൽപാദവും. ഞാൻ പറഞ്ഞു, കാൽപാദം തോമസ് ലീഹയുടെ കാൽപാദം അവിടെ കൊത്തി വെച്ചിട്ടുണ്ട് പാറപ്പുറത്ത്. അപ്പോൾ നമ്മൾ കാലുകുത്തുന്ന സ്ഥലം, മനുഷ്യൻ ചന്ദ്രനിൽ വരെ പോയി കാലുകുത്തിയല്ലോ. അപ്പോൾ നമ്മൾ കാലുകുത്തുന്ന സ്ഥലം പ്രത്യേകമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾക്ക് എവിടെയൊക്കെ കാലുകുത്താൻ പറ്റുമോ കാലുകുത്തി നമ്മൾ കുന്നും മലയും ചവിട്ടി പോകുന്നതിൻ്റെ ഉദ്ദേശം അതായിരിക്കും. നമ്മൾക്ക് അവിടെ നമ്മളുടെ പാദം സ്പർശം ഏൽക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. അതിനാലാവും കുന്നും മലയും ചവിട്ടി തന്നെ നഗ്നപാതരായി തന്നെ പോകണമെന്നാണ്. ശബരിമലയിൽ പോകുന്നവർ ആരും ചെരുപ്പിട്ടിട്ട് പോകാറില്ല. എല്ലാവരും നഗ്നപാതരായിട്ടാണ് ഈ കാടും മലയും എല്ലാം ചവിട്ടി പോവുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പുണ്യം ഈ പോകുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ടാകും എന്നാണ് വിശ്വാസം. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി. നമസ്കാരം.